സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത UDF നേതാക്കൾ ഒന്നടങ്കം അണിനിരക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര നിരവധിയായ സ്വീകരണങ്ങൾ പിന്നിട്ട് കടന്നു വരികയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ യാത്രയെ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രയുടെ ആദ്യ ദിവസം തന്നെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ നടക്കുന്നത്. MV ഗോവിന്ദന് മറവി രോഗമാണെന്നും CPM ആണ് കേരളത്തിൽ വർഗീയത വളർത്തുന്നത് എന്നാണ് VD സതീശൻ പറയുന്നത്. തന്നെ വർഗീയത പഠിപ്പിക്കാൻ CPM വരണ്ടെന്നും ആര് പിന്തുണച്ചാലും UDF അത് സ്വീകരിക്കുമെന്നും VD സതീശൻ പറയുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഖജനാവിൽ പണമില്ല, പൂച്ച വെറ്റ് കിടക്കുന്ന സാഹചര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള മഹായുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ആ മഹായുദ്ധത്തിന് തയ്യാറെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതുയുഗ യാത്രയുമായി കേരളത്തിൽ UDF കടന്നു വരുന്നത്. സർക്കാരിന്റെ കാസർഗോഡ് ജില്ലയോടുള്ള അവഗണന മാറ്റും. ആദ്യ UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യമായുള്ള പരിഗണന ഈ ജില്ലയ്ക്കായിരിക്കുമെന്നും ഉദുമയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 6 ലക്ഷം കോടിയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാണ് പിണറായി വിജയൻ ഭരണത്തിൽ നിന്നും ഇറങ്ങാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിലാക്കിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സമുദായ സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയലല്ല പ്രതിപക്ഷ നേതാവിന്റെ പണിയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പുതുയുഗ യാത്ര കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും പുത്തൻ പദ്ധതിയെക്കുറിച്ചും ചർച്ച ചെയ്യും. അത് 30 ദിവസം കഴിയുമ്പോൾ ബോധ്യപ്പെടുമെന്നും സതീശൻ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ മറവി രോഗം അഭിനയിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് MV ഗോവിന്ദന് മറുപടി കൊടുത്തിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ യാത്ര കടന്നു വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ യാത്ര സമാപിച്ച് അതിനുശേഷം കണ്ണൂർ ജില്ലയിലേക്ക് യാത്ര കടന്നിരിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ വിളഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിൽ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര വയനാട്ടിലേക്ക് എത്തും. മലയോര കർഷകന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ വയനാട്ടിലെ 3 അസംബ്ലി മണ്ഡലങ്ങളിലെ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി ഈ 3 മണ്ഡലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. മലബാറിന്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വലിയ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് നിയോജക മണ്ഡലങ്ങളിലും യാത്ര പര്യടനം നടത്തും. തുടർന്ന് മലപ്പുറത്തേക്ക് യാത്ര പ്രവേശിപ്പിക്കും. തുടർന്ന് പാലക്കാട്ടും തൃശ്ശൂരും അടക്കം യാത്രയുടെ പ്രൗഢോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് യാത്ര സമാപിക്കുന്നത്. ഈ യാത്ര എത്തുന്ന ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതായത് VVIPകളെ അല്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് ഈ യാത്രയിൽ പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ യാത്ര ഒരു തീർത്ഥയാത്രയെ പോലെയാണ് കടന്നു വരിക എന്നാണ് UDF നേതാക്കന്മാർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഐക്യജനാധിപത്യ മുന്നണിയുടെ മറ്റു നേതാക്കന്മാരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ കെട്ടുറപ്പോടെയാണ് ഈ യാത്രയിൽ പങ്കുചേരുന്നത്. കാരണം 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ യാത്ര കടന്നു വരുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അനന്തപത്മനാഭന്റെയും അയ്യങ്കാളിയുടെ മണ്ണായ തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാകുമെന്നാണ് UDF നേതാക്കന്മാരുടെ വിശ്വാസം. എന്തായാലും ഈ യാത്ര ഓരോ നിയോജക മണ്ഡലങ്ങളിലും കടന്നു വരുമ്പോൾ ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് പ്രവർത്തകന്മാരെ ആ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസ് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റികൾ ചലിച്ചാൽ ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും യാത്ര വലിയ വിജയമാണ്. കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കേൾക്കാനും ഈ യാത്രയെ സ്വീകരിക്കാനുമായി ഒഴുകിയെത്തിയത്. ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് കേരളത്തിൽ ഒരു പുതുയുഗം പിറക്കുമെന്ന് തന്നെയാണ് VD സതീശനും UDF നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നത്.